ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മൈസൂരിലത്തെ ലാസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഉള്ളത് മൈസൂരാണ്. മൈസൂർ ഒരു ലോഡ്ജിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു ഏകദേശം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് കുളിച്ചു റെഡിയായി ഉടൻ തന്നെ ഇപ്പം ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെളിയിലോട്ട് വന്നപ്പോൾ തന്നെ നല്ല കിടിലം മഞ്ഞാണ് കേട്ടോ. വീഡിയോയിൽ നേരെ ക്ലാരിറ്റിയോടെ കിട്ടിയിട്ടില്ലെങ്കിലും അടിപൊളി മഞ്ഞാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് സൂവും അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ കുറേ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇതൊരു പാർക്കാണ് കേട്ടോ. അവിടെ ഒരു അടിപൊളി പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം താഴോട്ടൊന്ന് പോയി നോക്കുകയാണ് കേട്ടോ. താഴോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകൾ കാണാനായിട്ട് പറ്റുമെന്നൊക്കെ നോക്കാം. കണ്ടില്ലേ, നമ്മളിത് വെളിയിലോട്ട് ഇറങ്ങിയപ്പം തന്നെ രണ്ടാമത്തെ നിലയിലാണ് ഇറങ്ങിയപ്പം തന്നെ നമുക്കിത് പശുവൊക്കെ റോട്ടിൻ്റെ നടുക്കൂടെയൊക്കെ പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ബസ്സൊക്കെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ ആ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ആ ബസ് കണ്ടില്ലേ, എങ്ങനെ ഹാണടിച്ചിട്ടും അത് പോകുന്നില്ല, കുറുകെയൊക്കെ വന്ന് ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് പശുക്കളുടെ ഒരു ലോകമാണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും പശുവിനെ കാണാനായിട്ട് സാധിക്കും. അതും റോട്ടിൽ കൂടെ ആയിരിക്കും കേട്ടോ. റോട്ടിൽ കുതിരയും പശുവൊക്കെയാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പം ഇറങ്ങിയാണ്. അപ്പോൾ താഴെ എല്ലാവരും കൂട്ടിച്ചേർന്നാണ് നമ്മൾ ബസ്സിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഫുഡാണ് കഴിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ബാഗൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ദ ഗ്രാൻഡ് വെനം എന്ന് പറഞ്ഞിട്ടുള്ള ലോഡ്ജിലായിരുന്നു നമ്മൾ നിന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ നമ്മൾ അവിടെ നിന്ന് ലോഡ്ജിൽ നിന്ന് ഏകദേശം ഒരു 100-200 മീറ്റർ മാറിയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. നടന്ന് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടതിന് ശേഷം അവിടെ തന്നെ ബസ്സൊക്കെ വരും. അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. നൈറ്റ് വൈബ് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കണ്ടില്ലോ, ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ സൂ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സൂവിൻ്റെ അടുത്ത് പോകും. അത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിലോ എന്തെങ്കിലും വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, സെപ്പറേറ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ രാവിലെ തന്നെ കണ്ടില്ലേ കടയൊക്കെ തുറന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഏകദേശം 8 മണി അടുപ്പിച്ചായിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം ഇവിടെയാണ്. നമ്മളിത് അവിടെ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെയാണ് കയറാനായിട്ട് പോകുന്നത്, കേരള ഹോട്ടൽ. അപ്പോൾ മലയാളത്തിലൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കന്നഡയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ കോലം കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെ ഫുഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. കണ്ടില്ല, ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പൂരിയും കുറച്ച് ഉപ്പുമാവും കുറച്ച് കറിയും കൂടെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് സൂവിലായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സൂ ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ 11 മണിയോടെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാനും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ മൈസൂരാണ് നിൽക്കുന്നത്. അപ്പോൾ മൈസൂരിൽ കുറേ വ്ളോഗൊക്കെ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കൂർഗിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ടൂറിൻ്റെ 7 എപ്പിസോഡ് നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മളിത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കർണാടകയിലൊക്കെ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റാണ് കേട്ടോ. എവിടെ പോയാലും ഫ്രീ ടിക്കറ്റാണ്. നമുക്ക് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആണുങ്ങൾക്കും പെൺപിള്ളേർക്കും എല്ലാവർക്കും യാത്ര ചെയ്യാം. അതോടൊപ്പം തന്നെ ആൺപിള്ളേർക്ക് പൈസ കൊടുക്കണം, പെൺപിള്ളേർക്ക് പൈസ കൊടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആരായിരുന്നാലും കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല കിടിലം വൈബ് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. സൈഡ് സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് നമ്മൾ ഇന്ന് കഴിക്കാനായിട്ട് പോകുന്നതും ബാംഗ്ലൂരിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. അതിൻ്റെ കറക്റ്റ് സ്ഥലങ്ങളെന്ന പേരെനിക്കറിയത്തില്ല. ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഒരുവിധം വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം കന്നഡയിലൊക്കെ എഴുതി വെച്ചിരുന്നാൽ അത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കില്ല. എന്തായിരുന്നാലും നമ്മളിവിടെ കൂടെ പോവുകയാണ് കേട്ടോ. നമുക്ക് 4:45 ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. 2 മണിക്കൂറോ 3 മണിക്കൂറോ മുമ്പ് തന്നെ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ അകത്ത് കയറ്റി വിടുകയുള്ളൂ. കണ്ടില്ല, ഇവിടെ ഫുള്ള് നെൽവയലും അതോടൊപ്പം തന്നെ കൃഷിയൊക്കെയാണ് നമുക്ക് ഈ സൈഡിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ സൈഡിലൊക്കെ ചില സ്ഥലത്ത് മാത്രമേ നമുക്കിതേപോലെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പുറ സൈഡിൽ ഇരിക്കുന്നവർക്ക് കൂടുതലും കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഇരുന്നിരുന്നാണ് ക്ലിപ്പൊക്കെ വീഡിയോ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സൂവിലെ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താതെ വേറെ ഒന്നുകൊണ്ടല്ല, ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് മാത്രമാണ്. ലെങ്ത് കൂടി പോകാണ്ട് തന്നെ നമ്മൾ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിലും ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുഡൊക്കെ വളരെ മോശമായിരുന്നു ചില സ്ഥലത്തൊക്കെ. ചിലതൊക്കെ കൊള്ളാം കേട്ടോ, ചിലത് അടിപൊളിയൊക്കെ ആയിരുന്നു. ചിലയിടത്ത്
എനിക്കിഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയണം. അപ്പോൾ അവിടുത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പോകുന്നതും തിരിച്ച് ബാംഗ്ലൂരിലോട്ടാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മൈസൂർ, കൂർഗ്, ബാംഗ്ലൂരാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കുറേ സ്ഥലത്ത് പോകാനായിട്ട് സാധിച്ചില്ല. സമയം വൈകിക്കൊണ്ട് തന്നെ നമുക്ക് കുറേ സ്ഥലത്ത്, ഏകദേശം 2-3 സ്ഥലത്ത് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അതൊക്കെ നമുക്ക് അല്ലാതെ നമുക്ക് ട്രിപ്പായിട്ട് വരാം, ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് മാത്രം വേണമെന്നുണ്ടെങ്കിൽ വരാം. ഇത് നമ്മൾ പള്ളിയിൽ നിന്നാണ് വന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി, കുറച്ചല്ല, 1 മണിക്കൂർ 1.5 മണിക്കൂർ ലേറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി ബോർഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കാണാം. കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, നല്ല ലാഗാവും അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പം, അതുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഇത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോടൊപ്പം തന്നെ വീഡിയോ നല്ലതായിട്ട് ഷെയ്ക്കും കാണും ഏത് വീഡിയോ എടുത്താലും. അതോടൊപ്പം തന്നെ നമ്മുടെ ബോർഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് 4:40 ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ കറങ്ങിയൊക്കെ നടന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇൻഡിഗോ വിമാനത്തിലാണ്. ഇവിടെ ഫുള്ളും ഈ എയർപോർട്ട് ഫുള്ളും ഇൻഡിഗോ വിമാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ഫുള്ള് ഇൻഡിഗോ വിമാനങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ കറങ്ങാനായിട്ട് വീണ്ടും ഇറങ്ങിയത് ഏത് സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോറിൻ സാധനമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കുടിച്ചിട്ടില്ല, അതോട് തൊട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മളിങ്ങ് പോന്നു. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഫോറിൻ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില കണ്ടാണ് ഞാൻ ഞെട്ടിയത് കേട്ടോ. ഇവരൊക്കെ എങ്ങനെ വാങ്ങിച്ച് കുടിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും ഇതിനേക്കാളും കുറച്ച് റേറ്റ് കുറവായിരിക്കും വെളി സ്ഥലത്തൊക്കെ. ഇവിടെ നല്ല കത്തി റേറ്റാണ്, ഏത് സാധനം എടുത്താലും കത്തി റേറ്റാണ് എയർപോർട്ടിലൊക്കെ. നമുക്ക് അടുക്കാൻ പോലും പറ്റൂല. കണ്ടില്ല, ഇത് 17,500 രൂപയാണ് ഈ ചെറിയൊരു ബോട്ടിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ 22,500, പിന്നെ 11,000 സംതിങ്. കണ്ടില്ല, അങ്ങനെ ചാത്ത മുതൽ ബ്രാൻഡ് സാധനം വരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആദ്യം ഫുള്ള് നമുക്ക് നോക്കാനായിട്ട് പറ്റുന്ന ഫുള്ള് ഫോറിൻ സാധനങ്ങളൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ശേഷം നമ്മളിതാ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ വിമാനം അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിതിലാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല ഡിലേ ആയിട്ടുണ്ട്, ഏകദേശം 1.5 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോകാനായിട്ട് പോകുന്നത് 6:45 ഇവിടുന്ന് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയമായപ്പോൾ നമ്മളിതാ ഇറങ്ങി നമ്മൾ നേരെ ടിക്കറ്റ് കൊണ്ടുപോകുന്ന അവിടെ കുറച്ച് ഓഫീസേഴ്സ് കാണാനായിട്ട് സാധിക്കും. അവരെ കൊടുക്കുമ്പോൾ തന്നെ അവർ 2 സ്ഥലത്ത് ടിക്കറ്റ് നമുക്ക് തരും. അതിനുശേഷം നമ്മളെ സീറ്റിൽ പോയി ഇരിക്കണം. അപ്പോൾ നമ്മുടെ യാത്രയെന്ന് പറയുന്നത് 2ാമത്തെ ടൈമാണ് ഈ ഫ്ലൈറ്റ് യാത്രയെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിഗോ വിമാനം മാത്രമേ ഇവിടെ കാണാനായിട്ട് പറ്റിയെന്നുള്ളതെന്ന്. അപ്പോൾ കണ്ടില്ലേ, വെളിയിൽ ഫുള്ള് ഇൻഡിഗോ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ 2ാമത്തെ വൈബ് ആസ്വദിക്കാനായിട്ട് ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നല്ല കട്ടിയൊക്കെയുള്ള ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു റിവ്യൂ തന്നെ നമുക്കിപ്പോൾ എടുത്ത് കളയാം. പിന്നെ നമുക്ക് ഇതേപോലെ വയ്ക്കുമ്പോൾ അവിടെ ലോക്കായിട്ടിരുന്നോളും. അതോടൊപ്പം തന്നെ അതിൻ്റെ താഴെ തന്നെ നമുക്കൊരു ബുക്ക് കാണാനായിട്ട് സാധിക്കും. ബുക്ക് മാത്രമല്ല, മാനുവൽ, അങ്ങനെ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു വെക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഉള്ള എയർ ഹോസ്റ്റേഴ്സ് ഇതെല്ലാം കാണിച്ചു തരും. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എല്ലാം കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള 50 സംതിങ് പേരും ഇവിടെ തന്നെ കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഞാൻ 2ാമത്തെ തവണയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം വന്നത് കൊച്ചി ടു ട്രിവാൻഡ്രവും, പിന്നെ 2ാമത് ഇപ്പം ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രമാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല സമയമായിട്ടുണ്ട്. അപ്പോൾ എപ്പം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും സമയം നോക്കി തന്നെ അറിയാം. അങ്ങനെ ഫ്ലൈറ്റ് പറന്നിട്ടുണ്ട്. അടിപൊളി എന്ന് ചോദിച്ചാൽ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻജിൻ്റെ സൈഡിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എൻജിനും അതോടൊപ്പം തന്നെ അതിൻ്റെ ലീഫോ അങ്ങനെ എന്തോ പറയും. അപ്പോൾ അതിന് കറക്റ്റ് അറിയുന്നുള്ളവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടുത്തായതുകൊണ്ട് ഒരുവിധം കുഴപ്പമില്ല. ഇത് നൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. രാവിലെയോ ഉച്ചയ്ക്കോ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് മേഘമൊക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറുതായിട്ട് ലൈറ്റ് മാത്രമേ ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കണുള്ളൂ. എന്തായിരുന്നാലും അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ള് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം യാത്രയെന്ന് പറയുന്നത്.
ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ സ്വന്തം നാടായ തിരുവനന്തപുരത്ത് അങ്ങനെ കാലുകുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയെന്ന് പറയുന്നത് നമുക്ക് ബാഗൊക്കെ ലഗേജായിട്ടാണ് നമ്മൾ കയറ്റി വിട്ടത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് തന്നെ ഈ താഴത്തെ ഫ്ലോറിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ അയച്ചിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ അത് എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകണം. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം വ്ലോഗ് വരുന്നവരെ ഗുഡ് ബൈ.